എന്നർത്ഥം. ഇതിനെല്ലാം അപ്പുറത്ത് ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു മേഖലയാണ്. നോക്കൂ, ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ആ കച്ചവടത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കും. മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ, ബിൽഡിംഗ് ഉടമസ്ഥന്റെ അനുവാദം, അതിനുള്ള സാമഗ്രികൾ, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കുവാനുള്ള മാർഗങ്ങൾ എല്ലാം തയ്യാറാക്കി വെച്ചാലും ആ കച്ചവടം ഉദ്ദേശിച്ച രൂപത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നാടുകളിലെ പലരുടെയും, മരിച്ചുപോയവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കുരുത്തവും കുരുത്തക്കേടും വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മിൽ പലരും. ചില കേന്ദ്രങ്ങളിൽ പോയി അവിടെ നിന്നൊരു 25 പൈസയോ 50 പൈസയോ ഒരു പച്ച തുണിയിലാക്കി കെട്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ള ഫ്രെയിം ചെയ്ത് വെച്ച കുറെ അറബി അക്ഷരങ്ങൾ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് തൂക്കി വെച്ചാൽ, അതല്ലെങ്കിൽ ഒരു ഓട്ടക്കലത്തിന്റെ മുകളിൽ മണ്ണ് കൊണ്ടോ 100 കൊണ്ടോ പിന്നെ കുമ്മായം കൊണ്ടോ ചിത്രം വരച്ച് എന്തൊക്കെയോ എഴുതി വെച്ചാൽ നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ പ്രതിഫലം, നമ്മുടെ കഷ്ടപ്പാടുകൾ സഫലമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളിലെ ബഹുഭൂരിഭാഗം. 1 കോടി 1.5 കോടി 2 കോടി കൊടുത്തിട്ട് വണ്ടി വാങ്ങിയാൽ ആ വണ്ടി അതിനയാൾ കൊടുത്ത പൈസക്ക് ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ, അതിന്റെ ടെക്നോളജിക്ക് ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ, അയാളുടെ ഡ്രൈവർക്കോ അയാൾക്കോ അറിയാവുന്ന ഡ്രൈവിംഗ് പരിശീലനത്തിന് ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ, അതിനേക്കാളൊക്കെ വിലയേറിയതാണ് അതിന്റെ സ്റ്റിയറിംഗ് വീലിൽ തൂക്കിയിടുന്ന ജാറത്തിൽ നിന്ന് കിട്ടിയ 50 പൈസ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് തവക്കുൽ? എന്തിനാണ് തവക്കുൽ? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ചില വസ്തുതകളാണ്. വലിയ വലിയ വാഹനങ്ങൾ, വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ കരിങ്കണ്ണ നോക്ക് എന്ന ഒരു ബോർഡ്, അതല്ലെങ്കിൽ ഒരു ഓട്ടക്കലം, അത് കഴിഞ്ഞു പോയിട്ട് വേറെ ചില രൂപങ്ങൾ, ചില എഴുത്തുകൾ, ചില ചിഹ്നങ്ങൾ, ചിലർ ഒറ്റ രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ തൂക്കിയിടുന്ന ഒരു സമ്പ്രദായം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. മുസ്ലിമീങ്ങൾ ഈ ഒരു നിലപാടിലേക്ക് എത്തിപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്ർ വദിറാൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ളുബ്ബിൻ ലദഖൽതും ഫീ. നിങ്ങളുടെ മുൻഗാമികളായ ഇതര സമുദായങ്ങളുടെ സനൻ, ചീത്ത മാതൃകകൾ, ചീത്ത സമ്പ്രദായങ്ങൾ, അടിസ്ഥാനരഹിതമായ ആചാരങ്ങൾ, അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങൾ ഈ ഉമ്മത്തിന്റെ അനുയായികളായ നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ വണ്ടികളിലേക്ക്, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ആദർശത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ശിബ്റൻ ബിശിബ്റിൻ, ചാണിന് ചാണായും, വദിറാൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായും, ഹത്താ ലൗ ദഖലൂ ജുഹറ ളുബ്ബിൻ, അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ തലയിട്ടാൽ എന്തിനെന്നറിയാതെ ലദഖൽതും ഫീഹി, നിങ്ങളും അവിടെ തലയിടുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് ഈ രീതിശാസ്ത്രം നമുക്ക് കിട്ടിയത് എന്നത് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സർവർക്കും അറിയാമെന്നതുകൊണ്ട് ഇതിന്റെ വരവ് എവിടെ നിന്നാണ്, ഈ വിശ്വാസത്തിന്റെ പേറ്റന്റ് ആർക്കാണുള്ളത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സംഗതിയുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിയിൽ വിശ്വാസമില്ലാത്ത ആളുകളിൽ നിന്നാണ് ഇത്തരം സമ്പ്രദായങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമുക്ക് ആവശ്യമായ വസ്തുക്കളും വസ്തുതകളും സാമഗ്രികളും സംവിധാനങ്ങളും ഒരു കൃത്യമായ അളവിൽ, കൃത്യമായ തൂക്കത്തിൽ, കൃത്യമായ കാലപരിഗണനയോടുകൂടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന
നമ്മുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിനും നിയമത്തിനും കണക്കിനും അപ്പുറത്തല്ലാതെ അതിനപ്പുറത്തോ അതിനിപ്പുറത്തോ യാതൊരു വിധത്തിലുള്ള നേട്ടമോ നഷ്ടമോ നമുക്കുണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാതെ പോയതാണ് നമ്മുടെ ആപത്തിന്, നമ്മുടെ വിശ്വാസപരമായ വൈകല്യത്തിന് കാരണം എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് സംഭവിച്ചതും സംഭവിക്കാതിരിക്കുന്നതും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടി സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൻ മരണപ്പെട്ട വാർത്തയറിഞ്ഞപ്പോ വാർത്ത പറയുവാൻ വന്ന ആളോട് മകളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തുവിട്ട ഒരു ഉപദേശമുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത്. അദ്ദേഹത്തോട്, എന്റെ മോളോട് സഅദ നീ പോയി പറയുക, ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഇന്നലില്ലാഹി മാ അഖദ, അല്ലാഹു തിരിച്ചെടുത്തതെല്ലാം അല്ലാഹുവിന്റേതാണ്, നമ്മുടേതല്ല. അല്ലാഹു നമ്മിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും തിരിച്ചെടുത്തതുമെല്ലാം അല്ലാഹുവിന്റേതാണ്. അത് ശാരീരികമാവട്ടെ, മാനസികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ബന്ധങ്ങളാവട്ടെ, ലാഭനഷ്ടങ്ങളുടെ കണക്കുകളാവട്ടെ. ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത. അല്ലാഹു എന്തെങ്കിലും ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, നൽകുന്നുണ്ടെങ്കിൽ, ഇനി നൽകുമെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റേതാണ്, നമ്മുടേതല്ല. ഇന്നലില്ലാഹി മാ അഖദ, ഈ തിരിച്ചെടുത്തതും അല്ലാഹുവിന്റേത്, വലഹു മാ അഅത, നൽകിക്കൊണ്ടിരിക്കുന്നതും അല്ലാഹുവിന്റേത്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, തിരിച്ചെടുക്കേണ്ടത് എപ്പോൾ, ആരിൽ നിന്ന്, എന്ത്, എത്ര, ഏതു വിധത്തിൽ എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ കയ്യിൽ കണക്കുണ്ട്. കൊടുക്കേണ്ടത് ആർക്ക്, എത്ര, എന്ത്, ഏതു വിധത്തിൽ, എങ്ങനെയെല്ലാം എന്നും കൃത്യമായും അല്ലാഹുവിന്റെ അരികിൽ കണക്കുണ്ട്. അതുകൊണ്ട് വലാന ഖൂലു ഇല്ലാ മാ യുർദി റബ്ബുന, എനിക്കെന്തൊന്ന് നഷ്ടപ്പെട്ടാലും, എനിക്കെന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും, വലാന ഖൂലു, നാം പറയുകയില്ല, നാം ചിന്തിക്കുകയില്ല, നാം വിശ്വസിക്കുകയില്ല എന്തല്ലാതെ ഇല്ലാ മാ യുർദി റബ്ബുന, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന വാക്കല്ലാതെ, വിചാരമല്ലാതെ, നിലപാടല്ലാതെ നാം സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. ഈ ഉമ്മത്ത് മറന്നു പോയത് കൊണ്ടാണ് തവക്കുലിന്റെ വഴിമാറിയത്. അതുകൊണ്ടാണ് ഒരു ഓട്ടക്കലത്തിൽ 2 കോടി രൂപ, 3 കോടി രൂപ, 50 ലക്ഷം രൂപ വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ കൺസ്ട്രക്ഷനെയോ എഞ്ചിനീയറിംഗിനെയോ അതിനുപയോഗിച്ച വസ്തുക്കളുടെ ബലത്തെയോ അംഗീകരിക്കാതെ ഈ ഒരു ഓട്ടക്കലത്തിൽ കൊണ്ടുപോയിട്ട് ഈ വീടിനെ താങ്ങി നിർത്തിയത് അല്ലേ? നമ്മൾ കൃത്യമായിട്ടൊന്ന് ആലോചിക്കണം. ആ ഓട്ടക്കലത്തിന് മീശയും താടിയും വെച്ചുകൊടുത്താൽ ആ ഓട്ടക്കലത്തിന്റെ മീശയും താടിയും ഈ വീട് കാത്തിരക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നവന്റെ പേര് മുസൽമാനാണെന്ന് പറയേണ്ട ദൈന്യം നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. നമുക്ക് അല്ലാഹു പോരാതെ വന്നത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. അല്ലാഹു പോരേ നിനക്ക്, അല്ലാഹു പോരേ നിനക്ക്. അല്ലാഹുവല്ലാത്തവരുടെ കുരുത്തവും കുരുത്തക്കേടും പറഞ്ഞ് അവർ നിങ്ങളെ പേടിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അശ്ശൂറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കത് പോരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി തന്നെ പടച്ചൊന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് തന്നെ ഈ കോലത്തിലെല്ലാം ഇന്നത്തെ ഈ നിലപാടിലാക്കി തീർത്ത പടച്ച തമ്പുരാനിൽ പ്രതീക്ഷയർപ്പിക്കുകയും ആ പടച്ച തമ്പുരാനിൽ തന്റെ സർവ്വകാര്യങ്ങളും ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ കഠിനമായ അനീതിയും അക്രമവും പ്രവർത്തിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട്, വിഷമം കൊണ്ട്, അടങ്ങാറിന്റെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ തന്റെ സ്വഹാബത്ത് അങ്ങേയറ്റം കഷ്ടപ്പാടും പ്രയാസവും പട്ടിണിയും ബഹിഷ്കരണവും മർദ്ദനവും പീഡനവും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ മുൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു.
ആ മുൻ പ്രവാചകന്മാരെ അഖിലത്തിനെയും അതാത് സമുദായങ്ങൾ അതിശക്തമായ പീഡനങ്ങൾക്കും ബഹിഷ്കരണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമാക്കിയിട്ട് പല വിധത്തിലും അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ പ്രവാചകന്മാർക്ക് അതാത് സമുദായങ്ങളോട് പറയാനുണ്ടായിരുന്ന മറുപടി വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 11-12 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവരെന്താണ് പറയുന്നത് അറിയോ? കാലത്തു റുസുലുഹും എന്ന് തുടങ്ങിയിട്ട് ഖുർആൻ പറയാ, വമാലനാ അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാനാ സുബുലനാ വലനസ്ബിറന്ന അലാ മാ ആദൈതുമുനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഖാലത് ലഹും റുസുലുഹും ഇന്നഹിനു ഇല്ലാ ബശറും മിത്ലുക്കും ഇന്നഹിനു ഇല്ലാ ബശറും മിത്ലുക്കും വമാ കാന ലനാ അൻ നഅതീകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ? ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാര് മാത്ര, ഞങ്ങൾക്കായിട്ട് ഇവിടെ യാതൊന്നും നടപ്പാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ പീഡനങ്ങളൊക്കെ സഹിക്കല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അല്ലാഹു വല്ലതും തന്നാൽ ആ ദൃഷ്ടാന്തം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരികയല്ലാതെ ഞങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കിയവരാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാർ പറയുക, വമാലനാ അല്ലാ നതവക്കല അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലാക്കാൻ ഞങ്ങൾക്ക് എന്താണ് തടസ്സം? അല്ലാഹുവിൽ ഞങ്ങളുടെ കാര്യങ്ങളുടെ പരിണിത ഫലവും പരിസമാപ്തിയും നന്നായി തീരുവാൻ വേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് എന്താണ് തടസ്സം? എന്നിട്ട് പറയാ, വഖദ് ഹദാനാ സുബുലനാ, ഞങ്ങളെ മുസ്തഖീമായ മാർഗത്തിലേക്ക്, തൗഹീദിന്റെ ശാദ്വല തീരത്തിലേക്ക്, ഹിദായത്തിലേക്ക് വഴി നടത്തിയവൻ അല്ലാഹുവാണ്. വലനസ്ബിറന്ന അലാ മാ ആദൈതുമുനാ, അതുകൊണ്ട് നിങ്ങൾ എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും ഞങ്ങളത് ക്ഷമിക്കും. വല്ലാത്തൊരു വാക്കല്ലത് നോക്കാൻ. നിങ്ങൾ എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും ഞങ്ങളത് ക്ഷമിക്കുമെന്ന് പറയാൻ വിശ്വാസി സമൂഹം തയ്യാറാവുന്ന കാലത്ത് അവരുടെ മനസ്സുകളിൽ നിന്നും വീടുകളിൽ നിന്നും അല്ലാഹുവല്ലാത്ത ഈ വിഗ്രഹ സമാനമായ ത്വാഗൂത്തുകൾ ഇറങ്ങിപ്പോവുകയും അവർ അല്ലാഹുവിലേക്ക് മാത്രമായി തവക്കുലാക്കുകയും ചെയ്യും. എന്നിട്ട് പ്രവാചകന്മാര് പറയുക, അതുകൊണ്ട് ആരെയൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, ആരെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ താങ്കളുടെ ഉത്തരവാദിത്തവും വിശ്വസ്തതയും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നതാണ് ഇസ്ലാമിന്റെ